ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് 18 വയസ്സാകുന്ന ആളുകളാവട്ടെ അല്ലാത്ത വ്യക്തികളാവട്ടെ പുതുതായിട്ട് ഒരു ഫോൺ പേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ബാങ്കിൽ നിന്ന് നമ്മുടെ ATM കാർഡ് വരാൻ ഡിലേ ആകും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തിട്ട് നമുക്ക് UPI സെറ്റ് ചെയ്തിട്ട് ഫോൺ പേ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോൺ പേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ ആധാർ കാർഡ് നമ്പർ വെച്ചിട്ട് UPI നമ്പറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ലേ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്മളെ ID നൽകുന്നുണ്ട്. എല്ലാവരും മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആരും പരാതി പറയില്ല, റിപ്ലൈ കിട്ടില്ല എന്നുള്ള പരാതി ആരും പറയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ കാണിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടാണ്. നിങ്ങളുടെ ബാങ്ക് ഏതാണോ, ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തിട്ട് UPI സെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ചിലപ്പോൾ കൊടുക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ പല ആളുകളും ചിലപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കില്ല പല ആളുകൾക്കും. അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം കാനറ ബാങ്ക് ആയിരിക്കും. കാനറ ബാങ്കും കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോട്ട്സ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ വേറെ ചില ബാങ്കുകളുണ്ട്. അപ്പം നിങ്ങൾ ബാങ്ക് ഓഫ് ബറോഡ ആണെന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെന്നുണ്ടെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബാങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അപ്പോൾ ആ ഒരു അക്കൗണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തീർച്ചയായിട്ടും ആധാർ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ പേ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലൈവായിട്ട് തന്നെ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതുപോലെ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻലി അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഓട്ടോ റീഡിങ് OTP ആണ്. നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങളുടെ സിം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി റീഡ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങളുടെ ഫോൺ പേയിൽ SMS വരാനും അതുപോലെ തന്നെ ഫോൺ കോൾസിൻ്റെയൊക്കെ SMS, അതായത് ഇതിൻ്റെയൊക്കെ പെർമിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അലോ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലായിട്ട് സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്കായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ മെയിൻലി തന്നെ കാണാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക, നോ ബാങ്ക് അക്കൗണ്ട്സ് ലിങ്ക്ഡ് അറ്റ് ആഡ് ന്യൂ ബാങ്ക് അക്കൗണ്ട് എന്നായിരിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട അതേ ഇൻ്റർഫേസിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് തന്നെ നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് നിങ്ങൾ കൊടുക്കുക. കൊടുത്തിട്ട് ഈ ഒരു ആധാറിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ആധാറിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ ബാങ്കിനും ഈ ഒരു ഓപ്ഷൻ വരണം എന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ഫൈൻഡിങ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു നമ്പറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു നമ്പറിൽ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ,
നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ അക്കൗണ്ട് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബ്രാഞ്ച് നെയിം IFSC കോഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും. സോ താഴത്തായിട്ട് നിങ്ങൾക്ക് സെറ്റ് UPI പിൻ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്ലർ ചെയ്ത് വെച്ചതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടാണ് വീണ്ടും അഗൈൻ ലിങ്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ ചേഞ്ച് UPI പിൻ ആയിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പം നിങ്ങളവിടെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സെറ്റ് UPI പിൻ ആയിരിക്കും. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ നമ്പർ ലിങ്ക്ഡ് വിത്ത് ബാങ്ക് എന്നും ഡെബിറ്റ് ഓർ ATM കാർഡ് എന്നും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇനി ATM കാർഡ് നമ്മുടെ കയ്യിലില്ല, പോട്ടെ, നമുക്ക് ആധാർ കാർഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആവുമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു UPI പിൻ സെറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിന് ആധാർ കാർഡിൻ്റെ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ ആധാർ നമ്പർ ലിങ്ക്ഡ് വിത്ത് ബാങ്ക് എന്ന് കാണാൻ സാധിക്കും, ഫസ്റ്റ് ഓപ്ഷൻ. സോ ഞാൻ അതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട് പ്രൊസീഡ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും താഴത്തായിട്ട്. സോ ആ ഒരു പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ആധാറിൻ്റെ പ്ലാറ്റ്ഫോം നമ്മളെ ഫോൺ പേയുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ പ്രോഗ്രസ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെരിഫൈ ആധാർ നമ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ആധാർ നമ്പറിൻ്റെ ആദ്യത്തെ 6 ഡിജിറ്റ് 6 അക്കം നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. സോ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തായിട്ട് വെരിഫൈയിങ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ആധാർ കാർഡ് നമ്പർ നമ്മുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിത് ഒരു ഫോണിൽ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ സ്ക്രീൻ റെക്കോർഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ഭാഗങ്ങൾക്ക് നിങ്ങൾ പേയ്മെൻറ്റ് സെക്യൂരിറ്റി കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിരിക്കും കാണാൻ സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും ഒന്നും കൂടിയും പെർഫെക്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. സോ ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഇവിടെ ആധാർ കാർഡിൻ്റെ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രീൻ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾ ആ ഒരു OTP എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട് ഇതുപോലെ ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് നിങ്ങളുടെ ബാങ്കിൽ നിന്നൊരു OTP വരുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു വെയിറ്റ് ചെയ്യാം. നമ്മളെ ബാങ്കിൽ നിന്നൊരു OTP വരുന്നത്. അങ്ങനെ നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു OTP ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു OTP നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്ത് കാണുന്ന ഞാൻ നേരത്തെ കാണിച്ചു പോന്നിട്ടുള്ള ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. സോ ആ ടിക്ക് മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ 6 ഡിജിറ്റ് UPI പിൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. സോ ഇത് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനാവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഷോപ്പിലാണെന്ന് ആർക്കായാലും റിലേറ്റീവ്സ് ആവട്ടെ ആർക്കാണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു UPI പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചില ആളുകൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബാങ്കിന് എനിക്ക് 4 ഡിജിറ്റ് ആണല്ലോ UPI പിന്ന്. അപ്പോൾ വേറെ ചില ആളുകൾക്ക് 6 ഡിജിറ്റാണ് UPI പിന്ന്. ചില 4 ഡിജിറ്റ് UPI പിന്നുള്ള ആളുകൾ പറയും എനിക്ക് 6 ഡിജിറ്റ് UPI പിന്നിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഒരുപാട് ആളുകൾ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. സോ ഇതെല്ലാം ഒരു ബാങ്ക് ബേസ്ഡാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും കനറ ബാങ്കിനൊക്കെ 6 ഡിജിറ്റ് UPI പിൻ നമ്പറാണ് വരുന്നുള്ളത്. മറ്റുള്ള ഏകദേശം ബാങ്കുകളൊക്കെ 4 ഡിജിറ്റ് UPI പിൻ നമ്പറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു UPI പിന്ന് നിങ്ങളല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് അറിയാൻ പാടില്ല. സോ അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ആ ഒരു UPI പിന്ന് കെയർ ചെയ്യണം മറ്റുള്ളവർ കാണുന്ന രീതിയിലേക്ക്. ഓക്കെ, കാണാത്ത രീതിയിലേക്ക് നമ്മൾ കെയർ ചെയ്യണം നമ്മളെ UPI പിന്ന്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ UPI പിൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴത്ത് കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വീണ്ടും അതേ UPI പിൻ തന്നെ കൺഫേം ചെയ്യാനുള്ള ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. സോ ആ ഒരു UPI പിൻ നിങ്ങളിവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക്
താഴത്തുള്ള ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPI പിൻ സക്സസ്ഫുള്ളി ആഡ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ അക്കൗണ്ട് ആഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് ഇതുപോലെ ഒരു മെസ്സേജ് ആയിരിക്കും പിന്നീട് നിങ്ങൾക്ക് വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് ഈ ബാങ്ക് ഫോൺ പേ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്റ്റ വഴി ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.